ഹലോ എവരി വൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നോൺ ലീനിയർ പൈപ്പ് ലൈനിങ്ങിൻ്റെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോർഷനായ ഹൗ ടു കാൽക്കുലേറ്റ് മിനിമൽ ആവറേജ് ലാറ്റൻസി ആണ്. അപ്പോൾ മിനിമൽ ആവറേജ് ലാറ്റൻസി കാൽക്കുലേഷന് ഇറ്റ്സ് ആക്ച്വലി എ 5 സ്റ്റെപ്പ് പ്രോസസ്സ്. അതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം തന്നെ ഒരു റിസർവേഷൻ ടേബിളിൽ നിന്ന് ഫോർബിഡൻ ലാറ്റൻസി കാൽക്കുലേറ്റ് ചെയ്യണം, സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കണം, സിമ്പിൾ സൈക്കിൾസ് ഐഡൻറ്റിഫൈ ചെയ്യണം, ഗ്രീഡി സൈക്കിൾസ് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഒപ്റ്റിമലായിട്ടുള്ള മിനിമം ആവറേജ് ലാറ്റൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അതിൽ നിന്ന് ത്രൂപുട്ട് കണ്ടുപിടിക്കാനും ചോദിക്കാറുണ്ട്. സോ നമുക്ക് പ്രീവിയസ് ഇയറിൽ ഈ ഒരു പോർഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം, എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം നമുക്ക് സോൾവ് ചെയ്യാം. ഇത് ഡിസംബർ 2019 ആൻഡ് മെയ് 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ ഒരു റിസർവേഷൻ ടേബിൾ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് റിസർവേഷൻ ടേബിളിൽ നിന്ന് ലൈക്ക് 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫോർബിഡൻ ലാറ്റൻസി കണ്ടുപിടിക്കണം, കൊലീഷൻ വെക്ടർ കണ്ടുപിടിക്കണം, 2 മാർക്ക്. ഫോർബിഡൻ ലാറ്റൻസി ഐഡൻറ്റിഫൈ ചെയ്യാൻ മാത്രം 1 മാർക്കാണ്. കൊലീഷൻ വെക്ടർ കണ്ടുപിടിക്കാൻ മാത്രം 1 മാർക്കാണ്. സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കുക വിത്ത് ഓൾ പോസിബിൾ സീക്വൻസ് വിത്തൗട്ട് കോസിങ് കൊല്യൂഷൻ ഇൻ പൈപ്പ് ലൈൻ 3 മാർക്സ് ആണ്. ദെൻ സിമ്പിൾ ആൻഡ് ഗ്രീഡി സൈക്കിൾസ് ഐഡൻറ്റിഫൈ ചെയ്യുക, 2 മാർക്ക്. മിനിമൽ ആവറേജ് ലാറ്റൻസി കണ്ടുപിടിക്കാൻ 2 മാർക്സ്. അപ്പോൾ ടോട്ടൽ 9 മാർക്ക് ക്വസ്റ്റ്യൻ ആണിത്. പിന്നീട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ 2018 ഡിസംബറിലും സെപ്റ്റംബർ 2020 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഹിയർ ഇത് കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ളൊരു റിസർവേഷൻ ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തും സിമിലർ ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്. ഫോർബിഡൻ ലാറ്റൻസി, ട്രാൻസിഷൻ ഡയഗ്രാം, സിമ്പിൾ ആൻഡ് ഗ്രീഡി സൈക്കിൾ ആൻഡ് MAL കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു മോഡൽ, ഇപ്പോൾ ഒരു റിസർവേഷൻ ടേബിൾ തന്നാൽ എങ്ങനെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഒരു ടാസ്ക് എന്ന് പറയുന്നത്. സോ നമുക്ക് അതിലേക്ക് കടക്കാം. സോ ഇന്ന് നമ്മൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ വീഡിയോയിൽ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇതിൻ്റെ തിയറി പോർഷൻസ് അറിയാമെന്ന ഒരു അസംഷനിലാണ് നമ്മൾ പോകുന്നത്. തിയററ്റിക്കൽ ആയിട്ടല്ല പോകുന്നത്, പ്രോബ്ലമാറ്റിക്. ഈ പ്രോബ്ലം എങ്ങനെ ഡിസ്കസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് തിയററ്റിക്കൽ കൂടുതൽ അറിയണമെങ്കിൽ ചെക്ക് ഔട്ട് മൈ അതർ വീഡിയോ ഓൺ നോൺ ലീനിയർ പൈപ്പ് ലൈൻ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ റിസർവേഷൻ ടേബിൾ തന്നിട്ടുണ്ട്. സോ നമുക്കിതിൽ നിന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഫൈൻഡ് ദി ഫോർബിഡൻ ലാറ്റൻസീസ്. ഫോർബിഡൻ ലാറ്റൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ലാറ്റൻസീസിനെയാണ് ദാറ്റ് വിൽ കോസ് എ കൊല്യൂഷൻ ഇസ് കോൾഡ് ഫോർബിഡൻ ലാറ്റൻസീസ്. ഫോർബിഡൻ ലാറ്റൻസി കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. നമ്മൾ ഈ റിസർവേഷൻ ടേബിൾ നോക്കുക, അതിൻ്റെ അകത്ത് ഓരോ റോയും നമ്മൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് റോ എടുക്കുക. ആ ഫസ്റ്റ് റോയിൽ 2 ടിക്ക് മാർക്സ് അല്ലെങ്കിൽ 2ഓ അതിൽ കൂടുതലോ ടിക്ക് മാർക്സ് ഉണ്ട് എങ്കിൽ ആ ടിക്ക് മാർക്കുകൾ തമ്മിലുള്ള ഒരു എക്സ് മാർക്ക് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫോർ ഫോർബിഡൻ ലാറ്റൻസി. ഇവിടെ 2 എണ്ണം മാത്രമല്ല, 3ഓ 4ഓ 5ഓ ഉണ്ടാവാം. അപ്പോൾ ഓരോന്നും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. സോ ഇവിടുത്തെ ഫോർബിഡൻ ലാറ്റൻസി നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് റോയിൻ്റെ അകത്ത് 2 ഇൻറ്റു മാർക്സ് ഉണ്ട്. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 1, 2, 3, 4 ആൻഡ് വി ഗോട്ട് 5. സോ 5 ഒരു ഫോർബിഡൻ ലാറ്റൻസിയാണ്. നെക്സ്റ്റ് റോ നോക്കാം. സോ ഇവിടെ 2 ടിക്ക് മാർക്സ് ഉണ്ട്, 2 ഇൻറ്റു മാർക്സ് ഉണ്ട്. സോ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസസ് 1, 2. സോ 2 എന്ന് നമുക്ക് കിട്ടി. ഇവിടെ ഒരേ ഒരു ഇൻറ്റു മാർക്കുള്ളൂ, ദാറ്റ് ഈസ് ഫൈൻ. അവർ തമ്മിൽ കൊല്യൂഷൻ ഉണ്ടാവത്തില്ല. നെക്സ്റ്റ് S4 നോക്കുകയാണെങ്കിൽ ഹിയർ 2 ഇൻറ്റു മാർക്സ് ഉണ്ട്, അവർ തമ്മിൽ ഗ്യാപ്പില്ല. സോ 1 എന്ന് നമുക്ക് എഴുതാം. സോ ഫോർബിഡൻ ലാറ്റൻസീസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. 1, 2 ആൻഡ് 5 ആണ് നമ്മുടെ ഫോർബിഡൻ ലാറ്റൻസീസ്, അല്ലെങ്കിൽ 5 to 1. ഓർഡർ ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഇനി ഇപ്പോൾ നമുക്ക് 1 മാർക്ക് നമ്മൾ ഗെയിൻ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഹൗ ടു ഫൈൻഡ് എ കൊല്യൂഷൻ വെക്റ്റർ, അതാണ് നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് എ കൊല്യൂഷൻ വെക്റ്റർ ഫൈൻഡ് ചെയ്യണം. സോ കൊല്യൂഷൻ വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കൊല്യൂഷൻ ഉണ്ടാകുന്നതും ഉണ്ടാകാത്തതുമായ ഒരു ബിറ്റ് സീക്വൻസ് ആണ്. അതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ബിറ്റിൽ അല്ലെങ്കിൽ ഏതൊക്കെ ബിറ്റ്സിൽ നമുക്ക് കൊല്യൂഷൻ ഉണ്ട്, ഏതൊക്കെയിൽ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സച്ച് എ കൈൻഡ് ഓഫ് ഒരു വെക്റ്റർ അല്ലെങ്കിൽ ഒരു നമ്പറാണ് നമ്മുടെ ഈ ഒരു കൊല്യൂഷൻ വെക്റ്റർ എന്ന് പറയുന്നത്. സോ കൊല്യൂഷൻ വെക്റ്ററിൻ്റെ അകത്ത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് CM, CM-1, C2, C1ൻ്റെ ഒരു കോമ്പിനേഷനാണ്. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു എക്സാമ്പിളിൻ്റെ കൊല്യൂഷൻ വെക്റ്റർ എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഇപ്പോൾ 5 ആണ് മാക്സിമം വന്നേക്കുന്ന ഫോർബിഡൻ ലാറ്റൻസി. 5 to 1 5 ആണ് ഏറ്റവും വലുത്. അപ്പോൾ നമ്മൾ കൊല്യൂഷൻ വെക്റ്റർ എന്ന് പറയുന്നത് നമുക്ക് C5 തൊട്ട് C4, C3, C2, C1 എങ്ങനെയാക്കി എഴുതാം? ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഫോർബിഡൻ ലാറ്റൻസീസ് വന്നിട്ടുള്ളിടത്ത്, അതായത് 5 എന്ന് പറയുന്ന ഒരു ഫോർബിഡൻ ലാറ്റൻസിയാണ്. അപ്പോൾ C5 വി വിൽ പുട്ട് എ 1. C2 എന്ന് പറയുന്നത് ഒരു ഫോർബിഡൻ ലാറ്റൻസിയാണ്. അപ്പോൾ 2 നമ്മളൊരു 1 എഴുതുക. 1 ഒരു ഫോർബിഡൻ ലാറ്റൻസിയാണ്, അവിടെയും 1 എഴുതുക. ബാക്കി C4 0, C3 0. ദാറ്റ് മീൻസ് C4 C3 എന്ന് പറയുന്നത് പെർമിസിബിൾ ആയിട്ടുള്ള ലാറ്റൻസിയാണ്. അവിടെ നമുക്ക് എന്തായാലും കൊല്യൂഷൻ വരത്തില്ല. അപ്പോൾ പെർമിസിബിൾ ലാറ്റൻസി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 3 ഇവിടുത്തെ പെർമിസിബിൾ ലാറ്റൻസി ആണ് എന്ന് നമുക്ക് ധൈര്യമായിട്ട് എഴുതാം. സോ നമ്മളോട് പെർമിസിബിൾ ലാറ്റൻസി ചോദിച്ചിട്ടില്ല, പക്ഷെ നമുക്കത് ആവശ്യമുണ്ട്. സോ നമ്മൾ ഇപ്പോൾ 2 മാർക്ക് നമുക്ക് കിട്ടി. കൊല്യൂഷൻ വെക്റ്റർ എഴുതി, ഫോർബിഡൻ ലാറ്റൻസി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി ഹാവ് ടു ഡ്രോ അവർ സ്റ്റേറ്റ് ഡയഗ്രം. നമുക്ക് ഡ്രോ ചെയ്യേണ്ടതുണ്ട്. സ്റ്റേറ്റ് ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതാണ് നമ്മുടെ ഈ ഒരു കൊല്യൂഷൻ വെക്റ്ററാണ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ്. ഇതിൽ നിന്ന് നമുക്ക് ഇനി ഓരോ ഫോർബിഡൻ ലാറ്റൻസീസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് മൂവ് ചെയ്യുന്നത്, ഓരോ ഇൻപുട്ടിനും അത് എങ്ങോട്ടേക്കൊക്കെയാണ് മൂവ് ചെയ്യുന്നത്. സോ ഈ സ്റ്റേറ്റ് ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് സേഫ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ആണ് നമ്മൾ വരച്ച് വയ്ക്കുന്നത്. സോ ഈ ഒരു ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ കൊല്യൂഷൻ വെക്റ്ററിൻ്റെ അകത്തുനിന്ന് സ്റ്റേറ്റ് ഡയഗ്രം നമ്മൾ സ്പെസിഫൈ ചെയ്യും. ദി പെർമിസിബിൾ സ്റ്റേറ്റ് ട്രാൻസിഷൻസ് വച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ് ഡയഗ്രം വരയ്ക്കുന്നത്. സോ ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്തു 4 3 നമ്മുടെ പെർമിസിബിൾ ആയിട്ടുള്ള വെക്റ്റേഴ്സ് എന്ന് നമുക്ക് മനസ്സിലായി. സോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ 1 5 സോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സോ ഇവിടെ 2 പെർമിസിബിൾ ലാറ്റൻസീസ് ആണുള്ളത്, 4 3. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഡയഗ്രം എന്ന് പറയുന്നത് സേഫ് സ്റ്റേറ്റുകളുടെ ഒരു ഡയഗ്രമാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. സോ നമ്മുടെ ഇനീഷ്യലി നമ്മൾ നിൽക്കുന്നത് 1 0 1 1 എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. സോ ഞാൻ ആ സ്റ്റേറ്റിനെ ഞാനൊന്ന് വരച്ച് വയ്ക്കാം. 1 0 1 1 എന്ന് പറയുന്നതാണ്. സോ 1 0 0 1 1 ആണ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ 1 0 0 1 1 എന്ന് പറയുന്ന സ്റ്റേറ്റിനെ ഞാനിവിടെ രേഖപ്പെടുത്തി വച്ചു. ഇനി നമുക്ക് 2 പെർമിസിബിൾ ലാറ്റൻസീസ് ആണുള്ളത്, 4 3. സോ നമ്മൾ എന്ത് ചെയ്യുക? ഈ പെർമിസിബിൾ ലാറ്റൻസിയിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് സ്റ്റേജ് കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് 4 എന്ന് പറയുന്ന പെർമിസിബിൾ ലാറ്റൻസി എടുക്കുക. നമ്മുടെ ഇനീഷ്യൽ കൊല്യൂഷൻ വെക്റ്ററെ ഈ പെർമിസിബിൾ ലാറ്റൻസി ടൈംസ് നമ്മൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. നമ്മുടെ ഇനീഷ്യൽ കൊല്യൂഷൻ വെക്റ്ററെ പെർമിസിബിൾ ലാറ്റൻസി ടൈംസ് നമ്മൾ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ ഈ നമ്മുടെ ഒറിജിനൽ കൊല്യൂഷൻ വെക്റ്ററുമായിട്ട് ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ന്യൂ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ 4 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇനീഷ്യൽ കൊല്യൂഷൻ വെക്ടറായ 1 0 0 1 1നെ നമ്മൾ എന്ത് ചെയ്യുക? 4 ടൈംസ് നമ്മൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും റൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഒരെണ്ണത്തിൻ്റെ ഒരു 1 ടൈംസ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. 1 0
0 1 1 എന്ന് പറഞ്ഞാൽ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ 1 ഇവിടെ വരും, 0 ഇവിടെ വരും, ഈ 0 ഇവിടെ വരും, ഈ 1 ഇവിടെ വരും. ഈ ഒരു പൊസിഷനിൽ 0 വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യും. അതായത് ഒരു പ്ലേസ്, ഈ പ്ലേസ് അങ്ങോട്ട് പോവും, ഇത് ഇങ്ങോട്ട് നീങ്ങുന്നു, ഇവിടെ ഒരു 0 വരുന്നു. 4 ടൈംസ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് വാട്ട് വിൽ വി ഗെറ്റ്, നമുക്ക് കിട്ടുന്നത് 1 എന്നായിരിക്കും നമുക്ക്. അതായത് ലാസ്റ്റ് മാത്രം ഒരു 1 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0 0 0 0 1 എന്നായിരിക്കും. ഇനി എന്ത് ചെയ്യുക, ഈ കിട്ടിയതിൻ്റെ കൂടെ നമ്മുടെ ഒറിജിനൽ കൊല്യൂഷൻ വെക്റ്ററായ 1 0 0 1 1 നമ്മൾ ആഡ് ചെയ്യുക. ആഡ് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ ആൻഡ് ആണ്. ലോജിക്കൽ ആൻഡ് ചെയ്യുമ്പോൾ 1 and 1 നമുക്ക് 1 കിട്ടും. 0യും 1ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. 0 0 1. സോ നമുക്ക് കിട്ടിയത് സെയിം സ്റ്റേറ്റ് തന്നെയാണ്. സോ നമുക്കതിനെ ഒരു ലൂപ്പ് പോലെ 4 എന്ന് രേഖപ്പെടുത്താം. സോ 4 എന്നത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി അടുത്ത പെർമിസിബിൾ ലാറ്റൻസി എന്ന് പറയുന്നത് 3 ആണ്. സോ ഞാനിത് ക്ലിയർ ചെയ്യാണ്. സോ നെക്സ്റ്റ് പെർമിസിബിൾ ലാറ്റൻസി നമുക്ക് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് പെർമിസിബിൾ ലാറ്റൻസി ഈസ് 3. സോ 3നെയും സെയിം തന്നെ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. 3ൻ്റെ പെർമിസിബിൾ ലാറ്റൻസി ഈസ് 3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇനീഷ്യൽ കൊല്യൂഷൻ വെക്റ്ററിനെ 3 ടൈംസ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. 1 0 0 1 1നെ 3 തവണ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വി ഗോട്ട് ഇറ്റ് ആസ് 3 0 0 0 0 1 1 എന്ന് കിട്ടുന്നു. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ ഇനീഷ്യൽ കൊല്യൂഷൻ വെക്റ്ററായ 1 1 1 0 0 1 1 ആഡ് ചെയ്യുന്നു. 1 1 0 0 1. സോ എഗെയിൻ ഇതെന്ന് പറയുന്നത് സെയിം സ്റ്റേറ്റ് തന്നെയാണ്. സോ ഇതിനെ നമ്മൾ ഇങ്ങനെ ഒരു സെൽഫ് ലൂപ്പ് ഇട്ട് നമ്മൾ രേഖപ്പെടുത്തുന്നു. സോ നമുക്കിപ്പോൾ 2 പെർമിസിബിൾ വെക്റ്റേഴ്സ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. 2 ചെയ്തപ്പോഴും നമുക്ക് സെയിം സ്റ്റേറ്റ് തന്നെ നിൽക്കുന്നു എന്നാണ് കിട്ടിയത്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ വേറെ സ്റ്റേറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കാനില്ല. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ 5 ബിറ്റ്സേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇനി 5 അല്ലാതെ നമ്മൾ ഇതിൻ്റെ റൈറ്റിലേക്ക് റൈറ്റ് 6 ടൈംസ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടുന്നത് ഫുൾ 0 ആയിരിക്കും. ഫുൾ 0 കിട്ടിക്കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ് തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ ഇനീഷ്യൽ വെക്റ്ററിനെ 6 ടൈം നമ്മൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഉറപ്പായിട്ടും എല്ലാം 0 ആയിരിക്കും. എല്ലാം 0ൻ്റെ കൂടെ 1 0 1 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് സെയിം വെക്റ്റർ തന്നെ കിട്ടാനുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം കൂടി എഴുതണം. 6ന് മുകളിലേക്കുള്ള ഏത് നമ്പറായിട്ടും ഇതിനെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റേറ്റ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് സെൽഫ് ലൂപ്പ് ഇട്ട് വരച്ച് വെക്കണം. സോ 6 പ്ലസ് ആണ് എങ്കിൽ അതും നമ്മൾ ഇതുപോലെ തന്നെ നമ്മളൊന്ന് രേഖപ്പെടുത്തി വയ്ക്കുക. 6 പ്ലസ് ആണ് എങ്കിൽ ഈ സെയിം സ്റ്റേറ്റ് തന്നെ തുടരും. സോ ദിസ് ഈസ് അവർ സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രം. സോ സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രം കിട്ടാനായിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. പെർമിസിബിൾ സ്റ്റേറ്റുകൾ എടുക്കുക. ഓരോ സ്റ്റേറ്റും എടുത്ത് നമ്മുടെ ഇനീഷ്യൽ കൊല്യൂഷൻ വെക്റ്ററെ പെർമിസിബിൾ ലാറ്റൻസി ടൈംസ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുക. ആ റൈറ്റ് ഷിഫ്റ്റ് ചെയ്ത വാല്യൂവിൻ്റെ കൂടെ കൊല്യൂഷൻ വെക്റ്റർ ലോജിക്കൽ ആൻഡ് ചെയ്യുക. ആ കിട്ടുന്നതായിരിക്കും ന്യൂ സ്റ്റേറ്റ്. ഇവിടെ ഭാഗ്യവശാൽ എല്ലാ ന്യൂ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആ സെയിം സ്റ്റേറ്റ് തന്നെ ആയിരുന്നു. അങ്ങനെ വരണമെന്നില്ല. പുതിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വേറൊരു സ്റ്റേറ്റ് ആകാം. സോ ഇറ്റ് ക്യാൻ ഓൾസോ ഹാപ്പൻ. സോ ഇതാണ് നമ്മുടെ ന്യൂ സ്റ്റേറ്റ് കിട്ടിയത്. നമ്മുടെ സ്റ്റേറ്റ് ഡയഗ്രം നമ്മൾ വരച്ചു കഴിഞ്ഞു. സ്റ്റേറ്റ് ഡയഗ്രത്തിന് ഇറ്റ്സ് ലൈക്ക് 3 മാർക്സ് ആണ് നമ്മുടെ സ്റ്റേറ്റ് ഡയഗ്രം വരയ്ക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാവുന്നേ ഉള്ളൂ. വെറും ലോജിക്കൽ ഓപ്പറേഷൻസ് മാത്രമേ ഇതിൻ്റെ അകത്ത് നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് വെരി വെരി സിമ്പിൾ. ഇനി ഇതിൽ നിന്ന് നമുക്ക് അടുത്തത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് നമ്മുടെ മിനിമം
സിമ്പിൾ സൈക്കിൾസും ഗ്രീഡി സൈക്കിളും ഐഡൻറ്റിഫൈ ചെയ്യണം. സോ ഫ്രം ഹിയർ നമുക്ക് സിമ്പിൾ സൈക്കിളും ഗ്രീഡി സൈക്കിളും ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ സിമ്പിൾ സൈക്കിൾസ് ആണ്. സോ നമുക്ക് സിമ്പിൾ സൈക്കിൾ എന്ന് പറയുന്നത് ഇവിടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സൈക്കിൾസ് ഒന്നും വരുന്നില്ല. ഒരേ ഒരു സ്റ്റേറ്റേ ഉള്ളതുകൊണ്ട് 3 സിമ്പിൾ സൈക്കിളാണ്. 3 എന്ന് പറയുന്നത് ഒരു സിമ്പിൾ സൈക്കിള്, 6 എന്ന് പറയുന്ന ഒരു സിമ്പിൾ സൈക്കിള്, 6+ എന്ന് പറയുന്ന ഒരു സിമ്പിൾ സൈക്കിള്, 4 എന്ന് പറയുന്ന ഒരു സിമ്പിൾ സൈക്കിള്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ലേറ്റൻസീസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ 3ൻ്റെയും ലേറ്റൻസി എന്ന് പറയുന്നത് ഇവിടെ എക്സ്ട്രാ സൈക്കിൾസ് ഒന്നും വരാത്തതുകൊണ്ട് സിംഗിൾ സൈക്കിളേ ഉള്ളൂ. 3ൻ്റെ ലേറ്റൻസി 3 തന്നെയാണ്, 6ൻ്റെ 6 ആണ്, 4 വരികയാണെങ്കിൽ 4 ആണ്. സോ ഇതിൻ്റെ അകത്ത് ഏറ്റവും മിനിമം ആയിട്ടുള്ള ലാറ്റൻസിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. MAL എന്ന് പറയുന്നത് നമുക്കിതിൽ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് 3 ആണ്. സോ 3 ആണ് നമ്മുടെ മിനിമം ആക്സസിബിൾ ആയിട്ടുള്ള ലാറ്റൻസി എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ 3നെ ഒരു സ്റ്റാർ ഇട്ട് നമ്മൾ സ്റ്റേറ്റ് ഡയഗ്രത്തിൽ അതും കൂടി അങ്ങ് രേഖപ്പെടുത്തുക. സോ വി ഗോട്ട് അവർ MAL നമ്മൾ കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മളോട് ഇതിൻ്റെ ത്രൂപുട്ട് കണ്ടുപിടിക്കാനും കൂടി ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ത്രൂപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഇക്വേഷനാണ്. ത്രൂപുട്ട് ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/τ × MAL എന്നാണ് ഇതിൻ്റെ ഇക്വേഷൻ. MAL 1/τ × MAL ആണ്. സോ ടോ തന്നിട്ടുണ്ടാവും, 2 5 എത്രയെങ്കിലും തന്നിട്ടുണ്ടാവും. സോ അത് വച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ടോ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് പീരിയഡാണ്. സോ ക്ലോക്ക് പീരിയഡ് വച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇത് അതിൻ്റെ ത്രൂപുട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ത്രൂപുട്ട് എന്ന് പറയുന്നത് ത്രൂപുട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈ കിടക്കുന്നത്. 1/τ × MAL വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ത്രൂപുട്ടും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് ഇത്രയേ ഉള്ളൂ. ഫോർബിഡൻ ലാറ്റൻസീസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു റോയിൽ മൾട്ടിപ്പിൾ ചെക്ക് മാർക്സ് ഉണ്ടെങ്കിൽ അവരുടെ ഡിസ്റ്റൻസ് എടുത്ത് എഴുതുക. കൊല്യൂഷൻ വെക്റ്റർ എന്ന് പറയുന്നത് മാക്സിമം ഫോർബിഡൻ ലാറ്റൻസി നമ്പർ ഓഫ് ബിറ്റ്സ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഫോർബിഡൻ ലാറ്റൻസി ഉള്ള സ്ഥലത്ത് 1 എഴുതുക, ഇല്ലാത്ത സ്ഥലത്ത് 0 എഴുതുക. പെർമിസിബിൾ ലാറ്റൻസി എന്ന് പറഞ്ഞാൽ കൊല്യൂഷൻ വെക്റ്ററിൽ 0 കിടക്കുന്ന സ്ഥലങ്ങളാണ് പെർമിസിബിൾ ലാറ്റൻസി. അതിൻ്റെ ബേസിസിലാണ് സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കുന്നത്. സ്റ്റേറ്റ് ഡയഗ്രത്തിൻ്റെ അകത്ത് സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ഓരോ പെർമിസിബിൾ ലാറ്റൻസി എടുക്കുക. എന്നിട്ട് കൊല്യൂഷൻ വെക്റ്റർ പെർമിസിബിൾ ലാറ്റൻസി ടൈംസ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിനെയും ഒറിജിനൽ കൊല്യൂഷൻ വെക്റ്ററേയും തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഈ സ്റ്റേറ്റ് ഡയഗ്രാം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ദിസ് ഈസ് ഹൗ വി സോൾവ് ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇനി നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് കൂടുതലുള്ള ക്വസ്റ്റ്യനുകൾ വരാം. സ്റ്റിൽ ചെയ്യുന്ന മെത്തേഡ് സെയിം തന്നെയാണ്. ഞാൻ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് കൂടുതലുള്ള ക്വസ്റ്റ്യൻ മെയിൻ തിയറിയിൽ എക്സ്പ്ലനേഷൻ്റെ കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക ബിഫോർ ഗോയിങ് ഫോർ യുവർ എക്സാംസ്. Hope you have benefited from this. Thank you so much.